കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റുലി 90.4. കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ മാറ്റുലി, മാറ്റത്തിന്റെ ശങ്കുലി. ചങ്ങലകൾ മുറുകും മുൻപേ. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഫെബ ഇന്ത്യ നടത്തിയ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാറിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ. ഈ അധ്യായത്തിൽ ബാംഗ്ലൂർ അഭയം ഓർഗനൈസേഷന്റെ ഡയറക്ടർ റവറന്റ് ഡോക്ടർ ആൽബർട്ട് PJ സംസാരിക്കുന്നത് കേൾക്കാം. നമസ്കാരം, എൻ്റെ പേര് ആൽബർട്ട്. ഞാൻ ബാംഗ്ലൂരിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അതുകൊണ്ട് എൻ്റെ മലയാളം അത്ര ക്ലിയർ അല്ല. ഞാൻ എത്രയും പറ്റുന്നോ അത്രയും ക്ലിയർ ആയിട്ട് ഞാൻ പറയാൻ ശ്രമിക്കാം. ഞങ്ങൾ അഭയം എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുക. അഭയം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം പലർക്കും അറിയായിരിക്കും. എന്നാൽ സംസ്കൃതത്തിൽ അതിൻ്റെ അർത്ഥം ഫ്രീഡം എന്നാണ്. ഇപ്പം നമ്മൾ ഇത് ഉദ്ദേശിക്കുന്നത് ലഹരി വസ്തുക്കൾ യൂസ് ചെയ്യുന്ന ആൾക്കാരെ സഹായിക്കാനുള്ള ഒരു ഓർഗനൈസേഷനാണ് അഭയം. കഴിഞ്ഞ 18 വർഷമായിട്ട് ഞാൻ ഇതിൻ്റെ ഡയറക്ടറായിട്ട് ജോലി ചെയ്യുന്നു. പല ആൾക്കാരും വന്നു പോയിട്ടുണ്ട്. അതിലൊരു 600 ആൾക്കാരോളം നല്ല രീതിയിൽ തിരിച്ചു പോയി ജീവിതം മുന്നോട്ട് നയിക്കുന്നു. അങ്ങനത്തെ ഒരു സ്ഥാപനം നടത്താനുള്ളൊരു അവകാശം എനിക്ക് കിട്ടിയതിൽ ഞാൻ നന്ദിയും എനിക്ക് വളരെ സന്തോഷവുമുണ്ട്. എന്നാൽ ഇതിൻ്റെ തുടക്കം എങ്ങനെയാണെന്ന് വെച്ചപ്പം ഒരു 30 വർഷത്തിന് മുമ്പേ ഞാൻ പല ലഹരി വസ്തുക്കളുടെ അടിമയായിരുന്നു. ഞാൻ ബാംഗ്ലൂരിൽ ഒരു നല്ല സ്കൂളിൽ പഠിച്ചതാ, നല്ലൊരു കുടുംബത്തിൽ നിന്നാണ്, നല്ല രീതിയിൽ വളർന്നു വന്ന ആണെങ്കിലും ഞാൻ ഹൈസ്കൂളിലായിരുന്നപ്പം ആദ്യമായിട്ട് സിഗരറ്റ് വലിച്ചു തുടങ്ങി. സിഗരറ്റിൽ നിന്ന് ഇങ്ങനെ മാറിപ്പോയി കുടിക്കാൻ തുടങ്ങി. കുടിക്കുന്നതെന്ന് മാറി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഞാൻ അവസാനം കുത്തിവെക്കുന്ന രീതിയിലുള്ള ലഹരി മരുന്നുകൾ എടുക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് പലവിധ പോലീസ് കേസുകളും എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയും ഒക്കെ ചെയ്തിട്ട് അവിടുന്ന് എന്നെ ഇങ്ങനത്തെ ഒക്കെ ഉള്ളൊരു ലൈഫ് സ്റ്റൈൽ ആയതുകൊണ്ട് എൻ്റെ പിതാവ് എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു. ഞാൻ അവസാനം ഫുട്പാത്തിലായിരുന്നു. ഫുട്പാത്തിൽ നിന്നാണ് എൻ്റെ ജീവിതം മാറി വ്യത്യാസമായി. ഞാൻ അവിടുന്നാണ് ഒരു രാത്രി കൊണ്ട് എൻ്റെ ജീവിതം മാറിയത് ഭയങ്കര ഒരു അത്ഭുതമാണ്. അങ്ങനെ മാറിയോണ്ടാണ് എനിക്ക് ഈ ഒരു പ്രവർത്തനം ചെയ്യണമെന്നുള്ളൊരു വിഷൻ വന്നത്. അങ്ങനെ കഴിഞ്ഞ 25 വർഷത്തോളം ഈ ഒരു വർക്കിൽ ഞാൻ ഇൻവോൾവ് ആണ്. പല രീതിയിൽ പല ഇടത്തിലും ഞാൻ കൽക്കട്ടയിൽ കുറേ വർഷം ജോലി ചെയ്തു. വെളിയിലും ഹോങ്കോങ്ങിൽ കുറച്ച് നാൾ. അത് തിരിച്ചു വന്ന് ബാംഗ്ലൂരിൽ ഞാൻ ഈ സ്ഥാപനം എസ്റ്റാബ്ലിഷ് ചെയ്തു. ഞാൻ ഇതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ പല കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യമായിട്ട് നമ്മളിൽ പലരും ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട്. എന്നാൽ ലഹരി വസ്തുക്കൾ യൂസ് ചെയ്ത് അതിനടിമയാകുന്ന ആൾക്കാരെ പറ്റി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ലഹരി വസ്തുക്കൾ യൂസ് ചെയ്യുന്നവർക്ക് ഇത് കിട്ടാൻ എളുപ്പമാണ്. കാരണം ഇതിൻ്റെ കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിലെ ലാഭം ഭയങ്കര അധികമാണ്. അങ്ങനെ ലാഭം ഉള്ളതുകൊണ്ട് ഈ ഒരു കച്ചവടം നടന്നുകൊണ്ടേയിരിക്കും. ഇതിനുള്ള കസ്റ്റമേഴ്സ് ഇപ്പം സ്കൂൾ പിള്ളേരാണ്. സ്കൂൾ ലെവലിൽ 4ലും 5ലും 6ലും ഒക്കെ പഠിക്കുന്ന പിള്ളേരാണ് അവർ ടാർഗറ്റ് ചെയ്ത് ആണുങ്ങളും പെണ്ണുങ്ങളും ഈക്വലായിട്ട് ഈ വസ്തുക്കളിന് അടിമകളാവുന്നുണ്ട്. കോളേജിലൊക്കെ വരുമ്പോഴത്തേന് ഒരു അവയർനെസ് പ്രോഗ്രാം ഒന്നും നടത്തിയിട്ട് കാര്യമില്ല. കാരണം അപ്പോഴത്തേക്ക് അവരങ്ങനെ ശരിക്കും ഒരു അടിമയായിരിക്കും എന്നുള്ളൊരു കണ്ടീഷനിലാണ്. സ്പെഷ്യലി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ പല നാട്ടിൽ പോയി ദൂരെ പോയി പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ പെടുമ്പം അവരത് പെട്ടെന്ന് അതിന് അടിമയാവും. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ഡേറ്റ് റേപ്പ് ഡ്രഗ് എന്ന് പറയും. അതായത് നമ്മുടെ യുവനസ്ഥർ പലരും ഇങ്ങനെ പാർട്ടിക്കും ഫ്രണ്ട്സിൻ്റെ കൂടെയും ഒക്കെ പോകുമ്പം അവർ കുടിക്കത്തില്ല, അവർ ലഹരി ഭർത്താരത്തിൽ ഒന്നും ഉപയോഗിക്കത്തില്ല എന്നുള്ളൊരു രീതിയിൽ ഇരിക്കുമ്പം അവരുടെ കയ്യിലൊരു ജ്യൂസ് ഉണ്ടാവും. ആ ജ്യൂസിൽ ചിലപ്പോൾ ഒരു ടാബ്ലറ്റ് പോലത്തെ ഒരു സാധനം ഇടും. അതിന് കളറില്ല, ഒരു മണമില്ല, ഒരു നിറമില്ല, ഇങ്ങനത്തെ ഒരു സാധനമാണത്. അത് ഒരു പ്രാവശ്യം എടുത്തു കഴിയുമ്പം അത് തന്നെ പിന്നെയും വേണമെന്നുള്ളൊരു അത്രയ്ക്ക് സ്ട്രോങ് ആണ് ആ സാധനം. അങ്ങനത്തെ ഒരു ഡ്രഗ് ഇപ്പം ഒത്തിരി കോമൺ ആണ്. സ്പെഷ്യലി സിറ്റീസിൽ, ഇപ്പോൾ ബാംഗ്ലൂർ പോലത്തെ ഉള്ള സ്ഥലമോ എറണാകുളമോ ട്രിവാൻഡ്രമോ ഇപ്പോൾ പൂനെയോ കൊച്ചിനോ ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് ഇത് വളരെ കോമൺ ആണ്. സോ കോളേജിൽ പഠിക്കുന്ന പിള്ളേരോട് വളരെ കെയർഫുൾ ആയിരിക്കാൻ പറയണം. അവർ പാർട്ടിക്ക് പോകുമ്പം അവരുടെ ജ്യൂസ് ഇപ്പോൾ വേറെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ട്, പിന്നെ വരുമ്പോൾ അത് എടുക്കുമ്പം അതിനെന്തേലും ഒരു വ്യത്യാസം കാണുവാണെങ്കിൽ അത് തുടരുത് എന്നുള്ള രീതിയിൽ. ഇതെല്ലാം കൂടാതെ പലർക്കും ഇതിനെ ഒന്ന് ട്രൈ ചെയ്യാം, ഒന്ന് തുടങ്ങിയാൽ കൊള്ളാം, ഇത് കൂളായിരിക്കുമല്ലോ, എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു
ചിന്തയുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്ത് കാരണത്താലും തുടങ്ങരുത്. എൻ്റെ ജീവിതം അതിനൊരു സാക്ഷ്യമാണ്. ഞാൻ ഓൾമോസ്റ്റ് ചത്തുപോയതാണ്. വളരെ അത്ഭുതമായ രീതിയിൽ ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ തിരിച്ചു വന്നു. ഇന്ന് എനിക്കൊരു നല്ല ജീവിതമുണ്ട്. എന്നാൽ എൻ്റെ കൂട്ടുകാർ തന്നെ പലരും മരിച്ചു പോയിട്ടുള്ള ഈ ലഹരി വസ്തുക്കൾ കാരണം. അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ആർക്കും ഉണ്ടാകരുത് എന്നുള്ള രീതി കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ ഇങ്ങനെ നിങ്ങളോട് ഇതിനെക്കുറിച്ച് പറയുന്നത്. പിന്നെ ഈ ലഹരി വസ്തുക്കൾ കിട്ടാൻ വളരെ എളുപ്പമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ഈ കച്ചവടത്തിന് നല്ല ലാഭം ഉള്ളതുകൊണ്ട് അവരെങ്ങനെയും നിങ്ങളെ ടാർഗറ്റ് ചെയ്ത് നിങ്ങളെ കണ്ടുപിടിച്ച് നിങ്ങൾക്കത് ഇഷ്യൂ ചെയ്യും. നിങ്ങളതിന് പെട്ടെന്ന് അടിമയാവുകയും ചെയ്യും. കഴിയുന്നത്രയും അത് എടുക്കാതിരിക്കാൻ നോക്കുക. എന്നോട് ഒരു ചോദ്യം പലരും ചോദിച്ചു, എന്തുകൊണ്ടാണ് ആൾക്കാരിങ്ങനെ ഈ ലഹരി വസ്തുക്കൾക്ക് അടിമയാകുന്നത് എന്ന്. അതിൻ്റെ ഒരു കാരണമെന്ന് വെച്ചാൽ, നമ്മളെ എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു അഡിക്റ്റീവ് ബിഹേവിയറും കൊണ്ടാണ്. അങ്ങനെയുള്ളൊരു വ്യക്തി നമ്മളെല്ലാവരും. എന്നാൽ നല്ല അഡിക്ഷൻസ് ഉണ്ട്, നല്ല അല്ലാത്ത, ഇപ്പോൾ നമ്മൾ ഈ ലഹരി പോലുള്ള നല്ല അല്ലാത്ത അഡിക്ഷൻസും ഉണ്ട്. ഇപ്പോൾ നല്ല അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്കാണെങ്കിൽ സ്പോർട്സാണ് നല്ലൊരു അഡിക്ഷൻ. ഞാൻ ഈ കഴിഞ്ഞ വർഷം വരെ ഫുട്ബോൾ പ്രൊഫഷണലായിട്ട് കളിക്കുമായിരുന്നു. ഞാൻ ബൈക്കിംഗ് ചെയ്യും, പല അഡ്വഞ്ചറിന് പോകും. എൻ്റെ പിള്ളേർ പല രീതിയിലുള്ള മ്യൂസിക്കും ഫുട്ബോളും പല രീതിയിലുള്ള, ഞങ്ങളുടെ ഓർഗനൈസേഷനിൽ കമ്പൽസറി ആയിട്ട് എല്ലാവരും സ്പോർട്സും മ്യൂസിക്കും. അപ്പോൾ ഞങ്ങൾ എന്തോ ചെയ്യുന്നതെന്ന് വെച്ചപ്പോൾ, ഈ അഡിക്റ്റീവ് ബിഹേവിയറിന് ഈ നല്ല അല്ലാത്ത അഡിക്ഷനിൽ നിന്ന് നല്ല അഡിക്ഷനിലേക്ക് അവരെ മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ലതായിട്ടുള്ള അഡിക്ഷൻസ് ഇല്ലെങ്കിൽ അത് തേടി കണ്ടുപിടിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നല്ലതല്ലാത്തതെല്ലാം മാറ്റിവെച്ച് ഒരു നല്ല ജീവിതം നയിക്കണം. മുന്നോട്ട് പലർക്കും സഹായവും പലർക്കും ആശീർവാദവും സന്തോഷവുമായിരിക്കുന്ന ഒരു ജീവിതമായിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നന്ദി, നമസ്കാരം. മദ്യവും മയക്കുമരുന്നുമല്ല, നന്മ നിറഞ്ഞ ജീവിതമാകണം യുവതലമുറയുടെ ലഹരി. ഇന്ന് ഈ പരിപാടിയിൽ സംസാരിച്ചത് ബാംഗ്ലൂർ അഭയം ഓർഗനൈസേഷൻ ഡയറക്ടർ റവറന്റ് ഡോക്ടർ ആൽബർട്ട് PJ ആണ്. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം നാളെ ഇതേ സമയം കേൾക്കാം. ചങ്ങലകൾ മുറുകും മുൻപേ. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഫെബ ഇന്ത്യ നടത്തിയ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാറിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റുലി 90.4. കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ മാറ്റുലി, മാറ്റത്തിന്റെ ശങ്കുലി.